ശ്രീകുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കായി ഇന്ന് തയ്യാറാക്കുന്നത് തിരുവിതാംകൂർ സ്റ്റൈലിലുള്ള ഒരു കാളൻ, കുറുക്ക് കാളൻ. നമുക്ക് ഒരു നല്ല കാളൻ അല്ലെങ്കിൽ പുളിശ്ശേരി, ഒരു കട്ടിയുള്ള പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് ഏത്തക്കായാണ്, ഒരു കപ്പ്. ചേന വലിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ കാളന് വേണ്ടി ഏത്തക്കായും ചേനയും എടുക്കുന്നത്. അത് ഒരു കപ്പ് ചേന. ഇത് രണ്ടും കൂടെ ഒരു 250 ഗ്രാം കാണും, കൃത്യതൂക്കം 250 ഗ്രാം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1.5 ടീസ്പൂണ്, കാശ്മീരി ചില്ലിപ്പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കാളൻ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, 1 മുറി തേങ്ങ ചിരവിയത്, പച്ചമുളക് 5 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരച്ച് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പാചക വിധിയിലേക്ക് ഒന്ന് കടക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചേനയും ഏത്തക്കായും, 1 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഉപ്പുപൊടി. ഇത്രയും സാധനങ്ങളും 1 കപ്പ് വെള്ളത്തിൽ, 1 കപ്പ് വെള്ളവും ഒരു 1/2 ലിറ്ററോളം വരും, 1/2 ലിറ്ററിൽ താഴെ വെള്ളം. ഇത്രയും വെള്ളത്തോടു കൂടി നമ്മളൊരു പ്രഷർ കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാവും. ഒരു പകുതി മുക്കാൽ വേവ്, ഒരു 75% വേവ് ആയാൽ മതി. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇനിയും നേരിൽ കാണിക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച ചേനയും ഏത്തക്കയും 2 വിസിൽ വരെ ആയി. ഇപ്പോൾ അത് ന്യായമായിട്ട് വേവ് ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു അല്പം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അത് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ തീ ഒരു ഫുൾ ഫ്ലെയിമിലാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് വറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വലിയാനായിട്ട് ഒരു മാക്സിമം സിമ്മിലിട്ട് ഇപ്പം നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അരമുറി തേങ്ങ, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങ, ഒരു 5 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ, അല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ തൈരാണ്. 1 ലിറ്റർ തൈര് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കട്ടയായിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 1-2 തവണ മിക്സിയിലിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ആ വലിയ കട്ടിയൊന്ന് കുറഞ്ഞു കിട്ടും. ഇതേ രീതിയിൽ ഇതും തയ്യാറാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കാളൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്കായും ചേനയും അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് ജലാംശം ഇപ്പോൾ ഉള്ളൂ. അപ്പം നമുക്കിതിലേക്ക് ഇനിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര്, 1 ലിറ്റർ തൈരാണ്. അത് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് സാവകാശം ഇതിലേക്ക് ചേർക്കണം. ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ തൈര് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർക്കുക, കുറേശ്ശെയായിട്ട് ചേർക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിൽ താഴെ, ലോ ഫ്ലെയിമിൽ തന്നെ മതി, ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇനി നമുക്കിത് പാകപ്പെടുത്തി എടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിനി നമ്മൾ ഏകദേശം ഇതിൻ്റെ അളവ് ഒരു 40% കുറയുന്നത് വരെ, പകുതിയോടടുത്ത് കുറയുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം തൈര് അത്
പിരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അതൊരു 10-15 മിനിറ്റ് നമ്മൾ ഈ പ്രക്രിയ ആവർത്തിക്കണം. കാരണം എന്നാൽ മാത്രമേ ഇതൊന്ന് കുറുകി വരുള്ളൂ. ഇത് കുറുകി വന്നു കഴിഞ്ഞാലത്തെ ഗുണം, നമ്മൾക്കിത് 1 മാസത്തിൽ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് ഓരോ ദിവസത്തെ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് ഉപയോഗിച്ചാൽ 1 മാസം വരെ നമുക്കിത് യാതൊരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. തന്നെയല്ല, കാളൻ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നതായിട്ടും കാണാം. ഇപ്പോൾ നമ്മളുടെ കാളൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പകുതിയോളമായിട്ടില്ല എങ്കിൽ കൂടിയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം, 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കാളൻ ഒന്നുകൂടെ അങ്ങ് കുറുകും. ഈ തേങ്ങയുടെ അരപ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്കിന് കാളൻ നന്നായിട്ട് കുറുകും. എന്നിട്ട് നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചച്ചൊവ മാറുന്നത് വരെ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കരുത്, തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാളൻ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. കാരണം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്തു. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ കാളൻ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്തു 5 മിനിറ്റോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കാളനിൽ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കാളന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുക. ഇതിലൊരു പ്രധാന കാര്യമാണ്. കാരണം ഈ കാളൻ്റെ ടേസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നതിന് വേണ്ടി, ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടിച്ച ഉലുവാപ്പൊടി ചേർക്കുക. അത് ഈ ഘട്ടത്തിൽ വേണം ചേർക്കാനായിട്ട്. ഇനി നമ്മളിതൊന്ന് താളിച്ചെടുക്കേണ്ട ജോലിയേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട്, ഉലുവാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കാളൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് വളരെ കുറയും, അളവ് കുറയും, നല്ല കട്ടിയാകും. ഇനി നമ്മൾ തീ പതുക്കെ ഓഫ് ചെയ്യുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതുവരെ വേവിച്ചത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനകത്ത് കടുക് വറക്കാനുള്ള, താളിക്കാനുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാം. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടി, താളിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ നമ്മളിവിടെ താളിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഉലുവയുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ അല്പം ഉലുവാപ്പൊടി ചേർത്തിരുന്നു. അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഉലുവായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ ഉലുവ ഇതിലേക്കിടാം, ഈ എണ്ണയിലേക്കിടാം. എണ്ണ ചൂടായി, ഉലുവ ഇട്ടു നമ്മൾ. പിന്നെ നമ്മൾ വറ്റൽമുളക് ഇടാം. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഉലുവായും വറ്റൽമുളകും നന്നായിട്ട് അത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കരിവേപ്പില നന്നായിട്ടൊന്ന് തിരുമ്മിയ കരിവേപ്പില നന്നായിട്ട് ഇടുക. കാരണം കാളന് പുളിശ്ശേരിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ കരിവേപ്പില നന്നായിട്ട് ചേർക്കണം. നന്നായിട്ട് തിരുമ്മിയ കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ കരിവേപ്പില നന്നായിട്ട് ഫ്രൈ ആകുന്നവരെ എണ്ണയിൽ ചൂടാക്കുക. അപ്പോൾ അത് നമ്മുടെ കരിവേപ്പില നന്നായിട്ട് ചൂടായിട്ടുണ്ട്.
അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാളനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കാളൻ റെഡിയായി. കാളൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാളനിൽ ഉള്ളി ചേർക്കരുത്. പൊതുവെ പലരും പുളിശ്ശേരി കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കും. ഉള്ളി ചേർത്ത് മോരിനകത്ത് ഉള്ളി ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വളരെ വലിയ മാറ്റം വരും. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയിലോ കാളനിലോ ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർക്കാറില്ല. ചില സ്ഥലങ്ങളിൽ ചിലർ അത് ചേർക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പുളിശ്ശേരിയുടെയോ കാളൻ്റെയോ ടേസ്റ്റ് വല്ലാതെ മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് പച്ച തൈരിനകത്തും അതുപോലെ തന്നെ നമ്മൾ ഈ തൈര് സ്വല്പം നീട്ടിയിട്ട് നമ്മൾ മോര് ആക്കി എടുക്കുന്നതിലൊക്കെ ഉള്ളി ചേർക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് ആ ടേസ്റ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റു പലരും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സംഭാരത്തിനകത്താണ് ഇപ്പോൾ സംഭാരം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർത്താൽ സംഭാരത്തിൻ്റെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് വെളുത്തുള്ളിയോ ഉള്ളിയോ ചേർക്കാതെ വേണം നമുക്ക് കാളൻ തയ്യാറാക്കാൻ. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന കാളൻ 1 മാസത്തിലേറെ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ 1 മാസത്തിലേറെ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് ഉലുവ ഇട്ട് കടുക് വറക്കുന്ന കൂടെ കടുകിടുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കടുകും ചേർക്കണം. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 3 വറ്റൽമുളക്, പിന്നെ കരിവേപ്പില ആവശ്യത്തിന്. ഇത്ര ഇട്ട് വേണം നമ്മൾ കടുക് വറുത്ത് ഇതിനകത്ത് താളിച്ച് ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഈ ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയുള്ള ഇതിനി നമുക്ക് കുറുക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കുറുക്കിയെടുക്കാം. എത്ര കുറുകുന്നോ അത്രയും നാൾ ഇത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിക്കുക. വളരെ എളുപ്പം നമുക്ക് പാചകം ചെയ്യാവുന്ന, കുറേ ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കി വയ്ക്കാവുന്ന, നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കൂടെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് കാളന്. വളരെ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണവും കൂടിയാണത്. അപ്പോൾ ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ബുധനാഴ്ച കൺസ്യൂമർ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡ് ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും പറയുക. ഗുഡ് ബൈ.